മുമ്പേ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ കാണിച്ച സമ്മർസോൾട്ടാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്നലത്തെ തീവ്രവാദ പ്രയോഗത്തിന് ശേഷം അദ്ദേഹം വളരെ വിദഗ്ധമായി ഇന്ന് പുതിയൊരു നിലപാടെടുത്തു. അദ്ദേഹം പറഞ്ഞത് തീവ്രവാദി എന്ന് പറഞ്ഞാൽ തീവ്രമായി സംസാരിക്കുന്നയാൾ എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. അയാൾ മൃദുവായി സംസാരിച്ചിരുന്നെങ്കിൽ, ലളിതമായി സംസാരിച്ചിരുന്നെങ്കിൽ അയാളെ നമ്മൾ മിതവാദി എന്ന് വിളിച്ചേനെ. അതുകൊണ്ട് മത തീവ്രവാദി എന്നല്ലല്ലോ എൻ്റെ വിളി എന്നുള്ളതാണ്. അതേ വെള്ളാപ്പള്ളിയോട് തിരിച്ചൊരു ചോദ്യം. ഇന്ത്യൻ സർക്കാരിനെ ആയുധം കൊണ്ട് മറച്ചിടും എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റ് നേതാവ് വളരെ ശാന്തമായി ലളിതമായി ഇത് പറഞ്ഞാൽ അങ്ങ് അദ്ദേഹത്തെ എന്ത് വിളിക്കും? മിതവാദി എന്ന് വിളിക്കുമോ, തീവ്രവാദി എന്ന് വിളിക്കുമോ? മത തീവ്രവാദി എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, മാവോയിസ്റ്റുകൾക്ക് മതമില്ല. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ത് വിളിക്കും? മാവോയിസ്റ്റുകളെ ഭീകരരെന്നാണ് വിളിക്കുന്നത്. തീവ്രവാദമാണോ മിതവാദമാണോ ഉപയോഗിക്കാം ടെററിസത്തിൽ? അല്ല, തീവ്രവാദമാണോ മിതവാദം? മാവോയിസം ടെററിസം അല്ലല്ലോ. തീവ്രവാദമാണോ മിതവാദമാണോ? മാവോയിസം അല്ലേ? എന്ത് വിളിക്കും? തീവ്രവാദിയാണോ മിതവാദിയാണോ? മാവോയിസ്റ്റ് ഭീകരരെ വെടിവെച്ചിട്ട് ഭീകരർ വേറൊരു പ്രയോഗത്തിലേക്ക് പോകുമ്പോഴാണ് ഐഡിയോളജി ഇത് തീവ്രവാദമാണോ മിതവാദമാണോ? വെള്ളാപ്പള്ളി നടേശൻ വേണമെങ്കിൽ സൂചിക്കും പറയാം ടേൺ വരുമ്പോൾ. ഇനിയല്ല, നിങ്ങൾ കശ്മീരിലെ ഒരു ടെററിസ്റ്റ് ഇതുപോലെ തന്നെ കശ്മീരിനെ ഞങ്ങളങ്ങ് വിമോചിപ്പിക്കുമെന്ന്. ഇപ്പം യാസിൻ മാലിക്കിനെ പോലെ എന്തൊരു ശാന്തരായ മനുഷ്യനാണ് യാസിൻ മാലിക്കൊക്കെ. പൂച്ച സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയുള്ളൂ. യാസിൻ മാലിക് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും നിലപാട്? തീവ്രവാദിയാണോ മിതവാദിയാണോ? അല്ലെങ്കിൽ വളരെ ആവേശത്തോടെ കേരളത്തിൽ സംസാരിക്കുന്ന എം സ്വരാജ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് കെ സുധാകരൻ, ഇവരൊക്കെ എങ്ങനെയാണ് ശക്തമായി സംസാരിക്കുന്ന ആൾ? അപ്പോൾ എങ്ങനെയാണ്, തീവ്രവാദിയാണോ മിതവാദിയാണോ? വാക്കുകൾ കൊണ്ട് മലയാളത്തിൽ ആവശ്യത്തിന് ഇഷ്ടം പോലെ വാക്കുകളുണ്ട്, അതിനർത്ഥമുണ്ട്. ഒരുമാതിരി മനുഷ്യനെ കളിയാക്കുന്ന പരിപാടി വെള്ളാപ്പള്ളി നടേശൻ നടത്തരുത്. ഇത് എല്ലാവർക്കും എന്താണ് ഇന്നലെ പറഞ്ഞതെന്നറിയാം. ഇന്നലെ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നും അതിനൊരു തെളിവുമില്ലെന്നും ഡിഫമേഷൻ കേസുകൾ വരുന്നുണ്ടും എന്ന് ഭയമുണ്ടെങ്കിൽ അദ്ദേഹം അത് പിൻവലിക്കട്ടെ. ഞാൻ അത്രയും ഉദ്ദേശിച്ചിരുന്നില്ല, ഞാനതല്ല പറഞ്ഞത്, ഞാൻ പിൻവലിക്കുന്നു എന്ന് പറയുക. അതല്ലേ മര്യാദ. അല്ലാതെ തീവ്രവാദി എന്ന് പറഞ്ഞാൽ തീവ്രമായി സംസാരിക്കുന്നയാൾ മാത്രമാണ് എന്നാണോ? തീവ്രമായ വാദങ്ങളാണ്, എക്സ്ട്രീമിസമാണ്. തീവ്രവാദത്തിൻ്റെ ഇംഗ്ലീഷ് എക്സ്ട്രീമിസമാണ്. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ വാദിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? മുമ്പ് ശുംഭൻ എന്ന ഒരു ജഡ്ജിയെ വിളിച്ചതിന് അവസാനം മെഴുകി ശുംഭൻ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിപ്പിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് ന്യായം പറഞ്ഞ ഒരു നേതാവ് അവസാനം പിന്നീട് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു. അപ്പോൾ വർഗീയ വിഷം തുപ്പുക, അതിനുശേഷം അത് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മലയാള ഭാഷയിലെ ഡിക്ഷണറി എടുത്തുകൊണ്ട് വെച്ച് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഇതിനോടുണ്ടായി, അതുകൂടെ ശ്രദ്ധിക്കണം. വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ച വേദിയിൽ എച്ച് സലാം അമ്പലപ്പുഴയിൽ നിന്നുള്ള CPM-ൻ്റെ MLA പറഞ്ഞത് എന്താണ് പ്രതികരണം? അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം മിണ്ടാതെ പോയി. രണ്ട്, BJP-യുടെ നേതാവ് MT രമേശാണ്. MT രമേശ് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ ഒരു ബോധ്യമുണ്ടായി കാണണം, ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തീവ്രവാദി എന്ന് വിളിച്ചത് എന്നാണ് MT രമേശ് എന്ന് പറഞ്ഞത്. ഈ രണ്ട് അഭിപ്രായങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശനെ തള്ളാൻ CPM തയ്യാറല്ല. BJP നേരത്തെ തന്നെ അവരുടെ അലയാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതേസമയം DYFI വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച പ്രസ്താവന ഇറക്കിയ യുവജന പ്രസ്ഥാനങ്ങളിൽ ഒന്നാണെന്നുള്ള കാര്യം ഞാൻ മറക്കുന്നുമില്ല. പക്ഷേ ഒരു പൊതു രീതി CPM-ഉം BJP-യും ഇന്ന് വെള്ളാപ്പള്ളിയെ തള്ളിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPM-യുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞതും കൂടെ ഓർക്കുക. അദ്ദേഹം പറഞ്ഞ വരി എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കും എന്നാണ്. അപ്പോൾ അതേ യുക്തി ഇത് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞൂടെ? രാഹുൽ ഗാന്ധി നല്ല കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. അല്ലെങ്കിൽ RSSൻ്റെ തലവൻ മോഹൻ ഭാഗവത് നല്ല കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. അല്ലാതെ അദ്ദേഹം പറയുമോ മോഹൻ ഭാഗവത് എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും എന്നാണോ പറയുക? രാഷ്ട്രീയ ബോധ്യമാണ് വേണ്ടത്. ഇതൊരു രാഷ്ട്രീയ ബോധമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നല്ല കാര്യം പറഞ്ഞാൽ അംഗീകരിക്കും എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ ബോധ്യമല്ല, രാഷ്ട്രീയ തിരിച്ചറിവല്ല. അവിടെയാണ് വിഷയം. 2015 മാൻഹോളിൽ വീണ 2 പേരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ചുപോയ ഒരു മനുഷ്യനെ അപമാനിച്ചപ്പോൾ അന്ന് കേസ് കൊടുത്ത KPC പ്രസിഡന്റിൻ്റെ പേര് VM സുധീരൻ എന്നാണ്. 2025 ആ രാഷ്ട്രീയ ബോധ്യം CPM-യുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററിന് ഉണ്ടായില്ല എന്നുള്ളതാണ് വിഷയം. അതാണ് രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസം. ആ രാഷ്ട്രീയ വ്യത്യാസത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആർക്കൊപ്പമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ? ഇങ്ങനെ ഒരു ജേർണലിസ്റ്റിനെതിരെ ഇത്രയും വികലമായൊരു സാധനം പറഞ്ഞിട്ട്, മുസ്ലിങ്ങൾക്കെതിരെ വളരെ വലിയ വിമർശനം പറഞ്ഞിട്ട് അതിനോടുള്ള നിലപാട് എന്താണ്? നല്ല കാര്യം പറയുമ്പോൾ ഞാനത് അംഗീകരിക്കും, ചീത്ത കാര്യം അല്ലെങ്കിൽ പറഞ്ഞാൽ തള്ളിക്കളയും എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതും ഏത് വെള്ളാപ്പള്ളി നടേശൻ? 2024 CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി രേഖയുണ്ട്. SNDP-യെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്തുന്നതിൻ്റെ കൂടെയാണ് SNDP-യുടെ പേര്. ആ SNDP-യാണ് പറഞ്ഞിരിക്കുന്നത്. SNDP-യുടെ തലപ്പത്ത് വെള്ളാപ്പള്ളി നടേശനാണല്ലോ. ഈ ഇന്നസെൻറ്റിൻ്റെ ഒരു സിനിമയിലെ തമാശയുണ്ട്.
നീലി കർണാടകക്കാരി, നീലിയുടെ അച്ഛൻ കർണാടകക്കാരൻ, നീലിയുടെ അമ്മ കർണാടകക്കാരി, നീലിയുടെ ബന്ധുക്കൾ എല്ലാവരും കർണാടകക്കാർ, വീട്ടുമുറ്റ നിഴയെ കർണാടകക്കാർ എന്ന് പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ അദ്ദേഹം NDAയുടെ കൺവീനറാണ്. ഭാര്യ പ്രീതി നടേശനാണ് കഴിഞ്ഞ തവണയും കൂടെ BJPക്ക് വേണ്ടി BJPയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആലപ്പുഴ ഇറങ്ങിയ വോട്ട് പിടിച്ചയാൾ. BDJS എന്ന് പറയുന്ന BJPയുടെ മാസ്റ്റർ ബ്രെയിനിൽ വിരിഞ്ഞു വന്ന ഒന്ന് പാർട്ടിയെ ശംഖുമുഖത്ത് വെച്ച് പേരിട്ട് വിളിച്ച് അതിന് രൂപം കൊടുത്ത ആളുടെ പേര് അതും വെള്ളാപ്പള്ളി നടേശൻ. ഏതാണ്ട് 3-4 BJP ആണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെയാണ് ഇപ്പോൾ CPM ഒരു മൃദുഭാവത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. എന്തൊരു രാഷ്ട്രീയ അപകടമാണെന്ന് നോക്കൂ. ഇതിന്നും തുടങ്ങിയതല്ല. ഇത് 2016 വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു പ്രധാനപ്പെട്ട കേസ് തുടങ്ങുന്ന വർഷമാണ്. 2016 മൈക്രോ ഫിനാൻസ് കേസ് വരുന്നത്. മൈക്രോ ഫിനാൻസ് കേസ് വരുന്ന സമയത്ത് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇപ്പോൾ 10 വർഷം കഴിയുന്നു. അതിനിടയ്ക്ക് നമുക്ക് പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓർമ്മയുണ്ട്. പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ ശ്രമിക്കുന്നു, കോടതി ഇടപെടുന്നു, അതിൻ്റെ പേരിൽ പലതവണ കോടതി എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറയുന്നു. 10 വർഷം കഴിഞ്ഞിട്ടും മൈക്രോ ഫിനാൻസ് കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൂടെ ചേർത്ത് വായിക്കണം. ഇത് ഒറ്റയൊരു ദിവസം ഉണ്ടായ കഥയല്ല. ഇതിനൊരു പരമ്പരയുണ്ട്, ഇതിനൊരു കണക്ഷനുണ്ട്. എന്തായിരുന്നു ആ കേസ്? ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂനപക്ഷ ഫണ്ടിൽ നിന്ന്, എക്സാക്ട്ലി എൻ്റെ പേര് ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് പൈസ എടുക്കുക, അത് കൂടിയ പൈസയ്ക്ക് പലിശയ്ക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു കുറ്റം. അത് FIR ഒക്കെ രജിസ്റ്റർ ചെയ്തതാണ്. VS അച്യുതാനന്ദൻ ആക്റ്റീവായ 2 വർഷം കൊണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ കേസിൽ വളരെ ബുദ്ധിമുട്ടിലായി പോകാനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും ശക്തമായ കേസായിരുന്നു, അത്രയും നല്ല ആരോപണമായിരുന്നു. VSൻ്റെ വരികൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. വെള്ളാപ്പള്ളി നടേശനിക്ക് ഒന്നേ പറയാനുള്ളൂ, കണക്ക് വെക്ക് എന്നാണ് VS അച്യുതാനന്ദൻ ചോദിച്ചത്. 2016 ശേഷം പിന്നെ ആരും അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ ഒരു പരമ്പര, ഇതാണ് ഇതിൻ്റെ ഒരു കഥ. ഇവിടെ 2021 എത്തി നിൽക്കുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിനൊരു വളരെ വലിയൊരു കണക്ഷനുണ്ട്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാൻ പറ്റാത്തത്? 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ അപ്പാടെ മറുവശത്തേക്ക് ചരിഞ്ഞു എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. അത് അനലൈസ് ചെയ്താണ് CPIക്ക് അത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പൊതിഞ്ഞു പിടിക്കുന്നത്? അതോടൊപ്പം സ്വർണ്ണക്കൊള്ള വളരെ വലിയ തിരിച്ചടിയായി എന്ന് മനസ്സിലായ ശേഷവും ആ കേസിൽ 10-60 ദിവസമായി ജയിലിൽ കിടക്കുന്ന CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ, ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗത്തെ ശ്രീ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ പോലും CPM സംവിധാനം തയ്യാറാകുന്നില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കമാണെങ്കിൽ ഈ 2 കാര്യങ്ങളിലും ശക്തമായൊരു നിലപാടെടുക്കേണ്ടതാണ്. അത് ചെയ്യുന്നതേയില്ല. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കണേ. എന്തുകൊണ്ടായിരിക്കും ഈ 2 സംഭവങ്ങളിലും, പത്മകുമാറിൻ്റെ കാര്യത്തിലായാലും വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലായാലും, വെള്ളാപ്പള്ളിയെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്? ഇതിനിടയ്ക്ക് ഈ യുദ്ധത്തിൽ പെട്ടുപോകുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളാണ്. മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ 1 വർഷമായി വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളുടെ നാവിൽ നിന്ന് ചാട്ടവാറടികൾ ഏറ്റുവാങ്ങുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. വെള്ളാപ്പള്ളി നടേശന് സർട്ടിഫിക്കറ്റ് വേണം, അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കലാപം ഉണ്ടാക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയണം. എന്തൊരവസ്ഥയാണ്! ഇങ്ങനെ ഒരു ലക്കും ലഗാനുമില്ലാതെ ഒരു നേതാവ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ തടയേണ്ടവർ തടയേണ്ട രീതിയിൽ തടയുന്നില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് സകല സംരക്ഷണവും ഒരുക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നു. വളരെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണിത്. മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിൽ കേരളത്തിലുള്ള മനുഷ്യർ ശിക്ഷിക്കപ്പെട്ടുകൂടാ.